എടാ നീ കഴിക്കാൻ വന്നില്ലടാ, നീ കഴിക്കാൻ വന്നില്ലടാ. അയാളെന്തിനാ അടിക്കുന്നേ? നീ കഴിക്കാൻ വന്നല്ലേ? എടാ നീ അയാളെ കഴിക്കാൻ വന്നല്ലേ? നീ നീ കഴിക്കാൻ വന്നല്ലേ? ഇവിടെ എടാ നീ കഴിക്കാൻ വന്നല്ലേ? എടാ അയാൾ ചോദിച്ച പൈസ പറ, അയാൾ ചോദിച്ച പൈസ പറ. അയാളുടെ സാമാൻ ചുമ്മാ വിൽക്കുന്നേന്നോ? നീ കൊറ അങ്ങനെ നീ കഴിക്കാൻ പൈസ പൈസ പറ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരു കച്ചവടക്കാരൻ്റെ ഉപജീവന മാർഗം അടിച്ചു തകർത്തത് ഇവനെ ജനങ്ങൾ തിരിച്ചറിയണം. സംഗതി കൊട്ടാരക്കരയ്ക്ക് സമീപത്താണ്. സ്ഥിരമായിട്ട് ഈ കടയിലെത്തി ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ കടയിലെത്തി സിഗരറ്റ് വാങ്ങിയപ്പോൾ സിഗരറ്റിന് വില കൂടി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കടയുടമയെ അകാരണമായി മർദ്ദിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. കൂടാതെ അയാളുടെ ദോശക്കല്ലിൽ മണ്ണ് വാരി ഇടുകയും ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരു രോഗിയായ മനുഷ്യൻ അയാളുടെ ഉപജീവന മാർഗത്തിനായിട്ട് തുടങ്ങിയൊരു കടയാണ്. ആ കടയിലാണ് യൗമനെത്തി ഈ ഒരു ചെറ്റത്തരം കാണിച്ചത്. സിഗരറ്റിന് വില കൂടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ അയാളെ തെറി വിളിക്കുകയായിരുന്നു. അത് ചോദ്യം ചെയ്തതിന് ശേഷം അയാളെ മർദ്ദിക്കുന്ന സംഭവമാണ് ഉണ്ടായി. പിന്നീട് അയാളുടെ ഉപജീവന മാർഗമായ ആ ഒരു ദോശക്കല്ലിൽ അയാൾ മണ്ണ് വാരിയിട്ടു. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം ഒന്ന് ഇടയ്ക്ക് പത്രം ഇട്ട് പോയി കണ്ടു പരിചയമുണ്ട്. നിങ്ങളുടെ ചേട്ടനൊരു പാവം മനുഷ്യനാണ്. അവനെ എനിക്ക് നേരത്തെ തൊട്ടേ അറിയാം. ഭയങ്കര സ്നേഹം, അണ്ണാന്ന് വിളിച്ച് നല്ല സ്നേഹത്തിൽ പോകുന്നൊരു പയ്യൻ. നിങ്ങളോട് നേരത്തെ ശത്രുതയുണ്ടോ? ഒരു ശത്രുതയില്ല. ഇന്നാളത്തെ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചു. അതിന് ശേഷമാണ് ഈ ചെറുക്ക് ഇങ്ങനെയൊക്കെ ആയത്. ഇതേപോലെ മിനിഞ്ഞാന്ന് വിഷയം ഉണ്ടാക്കാൻ വന്നു. അപ്പൊ നമ്മൾ അവനെ മാന്യമായിട്ട്, അവൻ നമ്മുടെ ഒരു അനിയനെ പോലല്ലേ ഫോട്ടോ ചെയ്യുന്നു. ഇപ്പോഴും അവൻ കഴിക്കാൻ വന്നപ്പോൾ അവനോട് മാന്യമായിട്ട് സംസാരിച്ചു. അപ്പൊ അവൻ കയറി ഇങ്ങനെ വിഷയം ഉണ്ടാക്കാൻ നമ്മൾ ഓർക്കുന്നു.